എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 5-6 കേക്കുകളുടെ മേക്കിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ്, രണ്ടാമത്തേതൊരു റിബൺ കേക്കാണ്, മൂന്നാമത്തേതൊരു ½ kg ബട്ടർ സ്കോച്ച് ആണ്, നാലാമത്തേതൊരു കുഞ്ഞ് ബാർബി തീം കേക്കാണ്, അഞ്ചാമത്തേത് റെഡ് വെൽവെറ്റ് കേക്കാണ്, ആറാമത്തേതൊരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ഓർഡറുകളെ. ആദ്യം തന്നെ നമ്മൾ ഈ ഫ്രൂട്ട് കേക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ലെയറിങ്ങിൻ്റെ ഒന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല, അത് സെപ്പറേറ്റ് ഇനി ചെയ്യുമ്പോഴത്തേക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു 1 kg കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ചതെങ്കിലും കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഒരു 1.5-2 കിലോ ഉണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെയറിങ്ങിലായാലും ഗാർണിഷിങ്ങിനായാലും നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടെ കേക്കിൻ്റെ വെയിറ്റിൻ്റെ കൂടെ ആഡായിട്ടാണ് ഫൈനൽ വെയിറ്റ് വരുന്നത്. അതെന്തായാലും 1 കിലോത്തിന് നിൽക്കില്ല, 2 കിലോത്തിൻ്റെ അടുത്ത് വരെ എത്തും. ഫസ്റ്റിൽ നമ്മൾ സെൻറ്ററിലൊരു പോർഷൻ റൈറ്റിങ്ങിന് വിട്ടിട്ടായിരുന്നു ഗാർണിഷ് ചെയ്തെടുത്തത്. പിന്നീട് അതൊരു ഭംഗിയില്ലാത്തതുപോലെ തോന്നിയതുകൊണ്ടാണ് ഫുള്ള് ഫ്രൂട്ട്സ് ഫില്ലാക്കിയിട്ട് ഇതുപോലെ ഷുഗർ പേസ്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് റൈറ്റിംഗ് എഴുതാൻ പോകുന്നത്. റൈറ്റിംഗ് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ കേക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് റേറ്റിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രഷ് ഫ്രൂട്ട്സിന് നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ ഒരേ റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ കോസ്റ്റ് വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കൊരു നഷ്ടം വരുമോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ റേറ്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ഏകദേശം റേറ്റിൻ്റെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ വേണം റേറ്റ് പറയാൻ. അങ്ങനെ ഈ കേക്കിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റോടുകൂടി കേക്കുകൾ ഉണ്ടാക്കാനും നല്ല നല്ല ഡിസൈൻസ് ചൂസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ്. അപ്പോൾ ഇതിൻ്റെ ലെയറിങ്ങും ഗ്ലേസിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ബർത്ത്ഡേ കേക്കാണ്, അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിൽ കുറച്ച് ജെലാറ്റിനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്ലേസിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഒട്ടും തന്നെ വേസ്റ്റ് പോകാത്ത രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കിന് വേണ്ടി നമ്മൾ ഒരു ബട്ടർഫ്ലൈന് വെച്ച് കൊടുക്കും. നിങ്ങൾക്കറിയാം എനിക്ക് ബട്ടർഫ്ലൈയോടുള്ള ഇഷ്ടം എന്താണെന്നുള്ളത്. അങ്ങനെ ബട്ടർഫ്ലൈയും കുറച്ച് ഷുഗർ ബോൾസും ആയിട്ടാണ് നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി വിടുവാണ് കേട്ടോ. റെഡി ആവുന്ന കേക്കുകളൊക്കെ അപ്പം തന്നെ ചൂടോടുകൂടി ഡെലിവറിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കപ്പ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ 7 കപ്പ് കേക്കുകളാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പിക്കപ്പ് ഓർഡർ ആയിരുന്നു. കപ്പ് കേക്കിനൊന്നും നമ്മൾ ഡെലിവറി കൊടുക്കാറില്ല. സാധാരണ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ 2 ടയർ കേക്കുകളുടെയൊക്കെ കൂടെയാണ് ഇതിൻ്റെ ഓർഡർ വരാറ്. അപ്പം മാത്രമാണ് ഡെലിവറി കൊടുക്കുന്നത്. അങ്ങനെ കപ്പ് കേക്ക് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കൊരു ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് ഉണ്ടായിരുന്നു. ഇതൊരു ½ kg കേക്കാണ്. കണ്ടാൽ തന്നെ അറിയാം വളരെ ക്യൂട്ടായിട്ട് ചോക്ലേറ്റ് വെച്ച് ഗ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് ഗ്ലേസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലേസിങ് നമ്മൾ ജെലാറ്റിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാ ഫ്ലേവറിനും ഗ്ലേസിങ്ങിനായിട്ട് നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാനായിട്ട് ആ വീഡിയോ ഉപകരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ വേഫർ റോളും കുറച്ച് ഷുഗർ ബോൾസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് പാക്ക് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി വിടാം. അടുത്തതായിട്ട് നമുക്കൊരു സിമ്പിൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. ഈ ഒരു മോഡൽ അവർ കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈനെ മാത്രമാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന റിബൺ കേക്കാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഇതിൻ്റെ ഓർഡറൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിൻറ്റേജ് ലുക്കും ഒരു എസ്തെറ്റിക് സംഭവം എന്തോ ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ആൻഡ് ഇതിൽ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ റിബൺ കേക്കും ഒന്നെങ്കിൽ ½ kg അല്ലെങ്കിൽ ടോൾ കേക്ക് അങ്ങനെയൊക്കെയാണ്. ഇത് വളരെ പരന്ന് കിടക്കുന്ന ഒരു 2 kg കേക്കിലാണ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ സ്പേസ് ഉണ്ട്. ഒരു 5-6 റിബണെങ്കിലും കയറ്റി ഒരു സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ റിബൺ വരുന്നത് റെഡ് കളറിലാണ്. അപ്പോൾ മൊത്തം 1 2 3 4 5 റിബണാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓഫ് വൈറ്റ് കളർ ബട്ടർ സ്കോച്ച് സോസുമായിട്ട് ക്രീം മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു കളറാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കൊരു ½ kg ബട്ടർ സ്കോച്ച് കേക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അതങ്ങനെ ഗ്ലേസൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടിരിക്കുവാണ്. റൈറ്റിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചില്ലറ മേമ്പൊടി വർക്കുകൾ മാത്രമാണുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതും ഷുഗർ ബോൾസും ആയിട്ടുള്ള ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ആ ലുക്ക്. ഇനി നമുക്കുള്ളതൊരു ½ kg കേക്കാണ്. അതൊരു ബാർബി കേക്കാണ്. ബാർബി കേക്ക് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. സാധാരണ കാണുന്ന ബാർബിയുടെ ഡിസൈൻ വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. എന്നാലും അവർ പറഞ്ഞത് ബാർബി കേക്ക് എന്നുള്ളതാണ് കേട്ടോ.
കസ്റ്റമർ ഡിസൈൻ ഒന്നും തന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കുറേ നേരം ഗൂഗിളും പിൻട്രസ്റ്റിലൊക്കെ തപ്പി നമ്മളൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോളാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ വരുന്നത്. ഇതിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബലൂൺസ് ഒക്കെ പറന്നു പോകുന്ന രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. യെല്ലോ കളറിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളിന് നമ്മൾ യെല്ലോ കളറിലൊരു ഉടുപ്പും കൂടി ഇടിയിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈ കൊടുക്കാനായിട്ടുള്ള ബലൂൺസ് സെറ്റ് ചെയ്തെടുക്കാം. പിങ്കും ഗോൾഡനും കളറിലുള്ള ബലൂൺസാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കയ്യിൽ പിടിക്കുന്ന രീതിയിൽ സെറ്റാക്കാനാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോളിൻ്റെ കൈ ഒന്ന് പുറകിലോട്ട് എടുത്തപ്പോൾ അത് അവിടെ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ടാസ്ക് പിടിച്ച പണിയായി മാറി. പിന്നീട് ഈ ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചിറക്കി ആ കൈ ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വെക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്കിന് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കുഞ്ഞു ബാർബി കേക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും ഒരു ഗോൾഡൻ ടോപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.